ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായൊരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. സ്കിപ്പ് പറയല്ലേ ചില്ലാവ്. എടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, എന്നാലും ഓപ്പോസിറ്റ് ജസ്റ്റ് കണ്ടാ വേടാ, ചില്ലാവടാ, ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ കാണാം. അത് നേരാണോ കെട്ടുകറിയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്ക് കാണാം. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. ഹിസ്റ്ററി ഓൾവേസ് വിൻസ്. എൽ ഡൊറാഡോ. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നോ ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നോ കേട്ടു. ഈ ചുഴലിക്കാറ്റ് എങ്ങോട്ട് വീശുമെന്നോ എന്തൊക്കെ ഇല്ലാതാക്കുമെന്നോ ആർക്കും അറിയില്ല. ഒരു രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. അമ്മ, സമുദ്രം എന്താ അമ്മ അങ്ങനെ തിളങ്ങിയത്? കാരണം കടലിനടിയിൽ നിറയെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പോയി എടുക്കാം. പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. അതെവിടെ കിട്ടും? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത്, തീക്കനലിൽ വീണതുപോലെ. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. രണ്ടാവും, 2 മൂന്നാവും, 3 4 5 6 7. ഇതെത്ര ഉണ്ട് പുള്ളിക്ക്? ബാലൻഡോർ ആസാനം 7 അല്ലേ? ഏറ്റവും കൂടുതൽ പുള്ളിക്കാണോ ഉള്ളത്? ഇപ്പം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ 8 ഞാനൊരു കാടിന്റെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തില് കൊടുക്കണേ ഈ ബാലൻഡോർ? ഇത് കൊടുക്കണേ അത് അവാർഡ്സും ആ സീസണിലെ അവാർഡ്സും മറ്റേ ഇതൊക്കെ നോക്കിയിട്ട്. ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദി ഇയറോ? ഗോൾഡൻ ബോൾ അങ്ങനെ കൊടുക്കല്, അവാർഡ്സും ഇതൊക്കെ നോക്കിട്ട്. ആണോ? ബൂട്ട് എന്ന് പറഞ്ഞാൽ ഗോൾസ് ഇതൊക്കെ വെച്ചിട്ട്. ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യ കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം പിന്നെ അവൻ എന്ത് സംഭവിച്ചു? അർജന്റീന വേൾഡ് കപ്പിൽ ആദ്യ മത്സരം സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു. ഈ നരാജ്യം ആശിച്ചിനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ബോംബെ എന്നൊന്നല്ലേ? എന്താ എന്റെ പേര്? റോക്കി. അവനെയും അവര് തീർത്തിളഞ്ഞല്ലേ? അത് മിസ്സായി പോയി മോനെ. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്തു.
അതിനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊള്ളാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡ. ഇതിന് പെനാൽറ്റി ഷൂട്ടൗട്ട് നല്ല പറയണേ. ഇതിനെന്താ പറയണേ? ഷൂട്ടൗട്ട് എന്നാണോ പറയണേ? ഈ ലാസ്റ്റിൽ ടൈ ആവുമ്പോ വരുന്നേ അതിനെന്താ പറഞ്ഞിട്ട് പറയണ ഗൈസ്? പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെയാണോ പറയണേ? എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട്. പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെയാണോ പറയണേ? ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ട്. അല്ല, ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് പെനാൽറ്റി എന്ന് പറഞ്ഞാ മറ്റേ ഇതിനകത്ത് വെച്ച് ഫൗൾ ചെയ്യുമ്പോ കൊടുക്കുന്ന ഷൂട്ടൗട്ടിന് അല്ല പെനാൽറ്റി ഷൂട്ടൗട്ട്. പെനാൽറ്റി അല്ലല്ലോ, ഷൂട്ടൗട്ട് എന്നല്ലേ പറയണ്ട. അപ്പൊ അതിന് പെനാൽറ്റി ഷൂട്ട് ഞാൻ ഡൗട്ടായിട്ട് ചോദിച്ചതാ. അതും പെനാൽറ്റി ആണോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ റോക്കി സുൽത്താനായി അവരോധിച്ചു. അതിന് KGF-ൽ അധീര കാത്തിരിക്കയല്ലേ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാം. അധികം നേരം പിടിച്ചെന്നില്ല, എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവനിനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിരത്തി പുതിയ കളി ആരംഭിച്ചു. KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. പോകും വളരെ മോശമായി. നിങ്ങൾ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ സിറ്റി കൊണ്ടുപോയില്ലെങ്കിൽ അത് രക്ഷപ്പെടില്ല. മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു പക്ഷെ ഇവനിന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. അർജന്റീന ഫാൻസൊക്കെ രോമാഞ്ചം അടിച്ചിരിക്കുന്നേട്ടാ. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. List in all his crimes in the last 3 years. I'd advise you to look at it very carefully.
കൊള്ളാടാ, നൈസ് നൈസ്. അടിപൊളി 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 അടിപൊളി. നല്ല വീഡിയോ.